ഹലോ ഗൈസ്, അമ്മ പറയണ്ട. അമ്മയ്ക്ക് സങ്കടം, ഞങ്ങൾ പോകുന്ന സങ്കടം. ഞങ്ങളൊക്കെ സ്നേഹമുണ്ട് കൊണ്ടാക്കാൻ. അച്ഛാ ബൈ ബൈ, ഞങ്ങൾ പോണ്ടിച്ചേരി പോയിട്ട് വരാം. അപ്പൊ ജൂലി പോയിട്ട് വരാം. അപ്പോ ഞങ്ങൾ പോയിട്ട് വരാം ഗൈസ്. പോവാ. ഓക്കെ. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുതിയൊരു ട്രിപ്പായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. കപ്പിൾസ് ടൂറായിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നമ്മൾ പോണ്ടിച്ചേരിയാണ് പോകുന്നത്. നമ്മളൊപ്പം ഉള്ളത് ആരൊക്കെയാണ്? ഓക്കെ, നമ്മളൊപ്പം ഉള്ളത് മിക, രേണു, യാഷിക, ഹരീഷ്. അടുത്തൊരു ഗ്യാങ്ങുണ്ട്, നമ്മുടെ അനിലേട്ടൻ ഗൈസ്. അനിലേട്ടൻ കുട്ടി, കവിൻ, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ട്രെയിൻ ലേറ്റാണ്. 10 മണിക്ക് പറഞ്ഞ ട്രെയിൻ ഏകദേശം 11 മണിക്ക് എത്തും പറഞ്ഞു. 11 മണി കഴിഞ്ഞ് 12 മണി എത്താൻ ഏകദേശം 15 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ എത്തും ട്രെയിന്. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ലേറ്റാണ് ട്രെയിൻ. ബാക്കി നമുക്ക് കാണാം. ഡ്രൈവറുണ്ട്, അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ നിന്ന് ട്രെയിൻ വന്നു. ഇതാ ട്രെയിന്. അപ്പോൾ മേഘ നമ്മളിവിടെ മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് അല്ലേ? അപ്പോൾ പൂണ്ടി എവിടെ ആയിരിച്ചേ? നമ്മളെവിടെ പോണു? പോണ്ടിച്ചേരി. എവിടെ പോണേ? പോണ്ടി. നമ്മളെവിടെ പോണേ? അങ്ങനെ ട്രെയിൻ കയറി യാത്ര തുടങ്ങി. അപ്പോൾ ഇനി എല്ലാവരും കിടക്കുകയാണ്. നമുക്ക് നാളെ രാവിലെ എണീച്ചിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗൈസ്, അപ്പോൾ അങ്ങനെ എത്തിക്കഴിഞ്ഞു. നമ്മൾ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ഈ ധൈര്യം ഇതൊരു ചക്രത്തേക്കുള്ള ധൈര്യം പോലെ ഉണ്ടോ? ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ ടൈം കയറും. 1 മണിക്കൂർ സമയമുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവുമല്ലേ? അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇനി നേരെ വീണ്ടും ട്രെയിൻ കയറാൻ വേണ്ടി പോവുകയാണ്. ട്രെയിനാണ് നിർത്തിക്കൽ. 1 മണിക്കൂർ ലേറ്റ് അല്ലേ? ഭക്ഷണം കഴിച്ച് ബാക്കിലുള്ള ആൾക്കാരാണ്. ഓക്കെ, ഞങ്ങൾ എത്താറായിരിക്കുകയാണ്. നല്ല കാര്യം. അങ്ങനെ നമ്മൾ പോണ്ടിച്ചേരി സ്റ്റേഷനെത്തി. നമ്മൾ ഇറങ്ങി നേരെ റൂം പോവുക. നമ്മളങ്ങനെ ഓട്ടോയിൽ കയറി റൂം പോവാണ്. അവിടെ അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ചെക്കിങ് 11 മണിക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ബീച്ചിൻ്റെ അടുത്തേക്ക് വന്നതാണ്. റോക്ക് ബീച്ചിലാണത്. റോക്ക് ബീച്ചാണ്. നല്ല സൂപ്പറായിട്ട്. അത് ജയ്സ്. അപ്പോൾ ഏകദേശം നമ്മൾ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം. അടിപൊളി റൂമാണ്. എല്ലാം തന്നെ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പുറത്തേക്ക് പോകാനൊക്കെ ഏകദേശം റെഡി ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ അങ്ങനെ നമ്മൾ റൂമെത്തി കഴിഞ്ഞു. റൂം അത്യാവശ്യം അടിപൊളി സൂപ്പറാണ്. അടിപൊളി ഇതാ എല്ലാം തന്നെ ഒരു റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടി വിന് എല്ലാവരും ഉള്ളത് തന്നെയാണ്. ഇവിടെ ഒരു ഇങ്ങനെ മെയിൻ ഗ്ലാസ് ഒരു വലുത് കൊടുത്തിട്ടുണ്ട്. 10 ബാത്റൂം എന്നൊരു അടിപൊളിയായി. നമ്മൾ ഏകദേശം റെഡിയായി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ റൂം. റൂമിലെത്തി ഒന്ന് ഫ്രഷായി നമ്മൾ പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഫിഷ് അറൗണ്ട് ഫുൾ സെൽഫി എടുക്കുകയാണ്. ഒരു വെറൈറ്റി സംഭവം ലൈവ് മീൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും മീൽസ് പറഞ്ഞിട്ടുണ്ട്. അവരോടെ മീൽസ് പറഞ്ഞിട്ടുണ്ട്. ഈ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും. യാഷിക ഫുൾ അമ്പോ മോഡല്. യാഷിക നോക്കിയാ സൂപ്പർ സൂപ്പർ. യാഷിക്കുട്ടി സൂപ്പർ. അപ്പോൾ ഹരീഷ് എന്താ അത്ര ഹാപ്പി എന്ന് പറഞ്ഞു വെച്ചാൽ ഫുഡ് വന്നു, അതാണ് ഇത്ര ഹാപ്പി. ഫുഡൊക്കെ വന്നു. മേഘ കഴിക്കാൻ തുടങ്ങി. മീൻകറി സൂപ്പറായിട്ടുണ്ട്. ശരി, അപ്പോൾ ഭക്ഷണം കഴിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ബീച്ചിൽ പോവാണ്. ഫുഡ് കഴിച്ചു. അപ്പോൾ അങ്ങനെ മേഘ വണ്ടി ഓടിക്കുന്നുണ്ട്, സ്കൂട്ടി ഓടിക്കുന്നുണ്ട്. ഇതാ കാണാതെ കണ്ടോളൂ. ചെറിയൊരു പ്രശ്നമുള്ളൂ, ബ്രേക്ക് കമ്മിയാണ്. നമ്മൾ ബോട്ടിങ് വന്നിരിക്കുകയാണ്. ബോട്ടിങ് വന്നിരിക്കുക കേട്ടോ. മണൽ വരുന്ന സ്ഥലമാണ് തോന്നുന്നു അല്ലേ? ഈ സ്കൂട്ടി എപ്പോഴാ മണ്ണിൽ പൂന്താന്ന് അറിയില്ല. ബോട്ടിങ്ങിന് വന്നിരിക്കുകയാണ്. ബോട്ടിങ്ങിനൊക്കെ പോയിട്ട് പോവാച്ചിട്ടാണ്. ഏകദേശം 2600 രൂപ നമ്മൾ 8 പേർക്ക് വേണ്ടി വരുന്നത്. നല്ല കാറ്റ്. ബോട്ടി അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. നമ്മൾ ബോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബോട്ടിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബോട്ടിൽ കയറിയിട്ട് നമുക്ക് കാണാം. നമ്മുടെ ബോട്ട് എത്തിക്കഴിഞ്ഞു. ബോട്ട് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ബോട്ടിൽ കയറി ഇപ്പൊ തന്നെ പേടിച്ചോ? ഇത് ഫിഷിംഗ് ഹാർബോട്ടാണ്. എന്താ തോണികളൊക്കെ സൈസ്, എന്ത് വലിപ്പം അറിയോ? നല്ലൊരു ഇതിൽ കൂടെ നമ്മൾ പോണത്. അനോക്കണ്ട വരട്ടെ, അനോക്കണ്ട. ഞാൻ ആന്ധ്ര അവിടെ നിന്ന് വരുന്ന നോക്കാണ്. പെട്ടെന്ന് വരട്ടെ, അനോക്കണ്ട മുകളിലേക്ക്. ഹായ്. നോക്കി നോക്കി എന്ത് രസമാണ്. നോക്കി നോക്കി ബോട്ടിങ് എന്തായാലും അടിപൊളി മുതലായി. ഇങ്ങനത്തെ സംഭവം നമ്മൾ കാണാൻ പറ്റുമോ? അയ്യോ ഗൈസ്, അത് പറന്ന് വരണ്ട, അടിക്കോ? അയ്യോ ഗൈസ്, നമ്മൾ ചാടി പൊന്തുന്നു ഗൈസ്.
പേടിയുണ്ടോ സച്ചിട്ടാ? പേടിയുണ്ടോ? പേടിയുണ്ടെങ്കിൽ നമ്മൾ പേടിയില്ലാണ്ടിരിക്കണം, അതാണ് നമ്മള്. ഇതൊക്കെ സ്ഥലം അമ്മ മേഘേ ആനെ കൊണ്ടല്ലേ ഇത്ര വണ്ടില് അത് ഫ്രണ്ട് പോകാൻ പറയണോ? അതാണ്ട് അവർ ഫ്രണ്ട് പോകാൻ പറഞ്ഞോ. നമ്മൾ പേടിക്കാൻ പാടില്ല അച്ചൂട്ടാ. പേടിയുണ്ടോ? പേടിച്ചാല് നമ്മള് സന്തോഷിച്ചിരിക്കണം, ഇല്ല കവിനെ? കവിൻ പേടിയുണ്ടോ? മോൻ കണ്ടറിയണ്ട പേടിയുണ്ടത്. പേടിയുണ്ടോ? ഏയ് ഇല്ല. അമ്മ ഇത് വയറിലാവേ അച്ചോ, ഇത് വയറിലാവടാ, ഇത് വയറിലാവടാ. ഇത് കാനെ കൊണ്ട് പോണ ഫ്രണ്ടിന് മുട്ടുവോ? അയ്യോ മുട്ടി കായ് മുട്ടി. ഇത്രേ ഉള്ളു കണ്ട. അപ്പൊ അങ്ങനെ നമ്മള് കണ്ടൽക്കാടിന്റെ ഉള്ളിൽ കറങ്ങി അടിപൊളി. ബാക്ക്ഗ്രൗണ്ട് നോക്കിയോ, ബാക്ക്ഗ്രൗണ്ട് മഴക്കാറ്. സംഭവം അടിപൊളി അല്ലേ? അതാ മഴക്കാറാണ് അവിടെ. സംഭവം പൊളി. ഹരീഷേ അടിപൊളി സ്ഥലം, നല്ല അടിപൊളി. ഈ പ്ലാൻ ചെയ്തൊക്കെ കറക്റ്റാടാ, ഈ പ്ലാൻ ചെയ്തൊക്കെ കറക്റ്റാ അല്ലേ? ഏകദേശം നമ്മൾ വണ്ടി നിർത്തി. നമ്മളിപ്പോൾ ഒരു സ്ഥലം കാണാൻ പോണത് പൊന്നിയിൻ സെൽവൻ സിനിമ അല്ലേ, അതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത സ്ഥലം, ഫൈറ്റ് ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോണത് കേട്ടോ. കാണിച്ചു തരാം. അരിക്കൽമേട്. യെസ്. ഐശ്വര്യറായും പിന്നെ മറ്റേ സൂര്യയുടെ കാർത്തിക് കെട്ടിയിട്ട് ഫൈറ്റ് ചെയ്യണ സ്ഥലമാണ്. അപ്പോൾ അവരൊക്കെ ഇവിടെ വന്ന സ്ഥലമാണ്. വലിയ കൊട്ടാരായിരുന്നു. ഈ അന്നത്തെ സമയത്ത് സുനാമി വന്ന സമയത്ത് പകുതി ഇത് അടിച്ചിട്ട് പോയി. ബാക്കിയുള്ള ബിൽഡിംഗ് ആണ് അവിടെ വെച്ചേക്കുന്നത്. ഈ തെങ്ങലൊക്കെ അടിക്കി വെച്ചേക്കുന്നുണ്ടോ? ഇത് അതിന് ചിലപ്പോൾ 2-3 മാസം കൂടുമ്പോൾ മഴ പെയ്യുന്ന സമയത്ത് വീഴുമ്പോൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെ എടുത്തിരിക്കുന്നതാണ്. അത് ഏകദേശം 5000 വർഷം പഴക്കമുണ്ട് ഈ ബിൽഡിങ്ങിന്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡ്രോണ് പാടില്ല, വെഡിങ് ഷൂട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നതാണ്. സംഭവം ശരി കേട്ടോ. അത് അതേപോലെ തന്നെ സിനിമയിലുള്ള കാണുന്ന പോലെ തന്നെ ഉണ്ട്. എന്തായാലും ഒരു 5000 വർഷത്തിന് മുന്നേ സുനാമി വന്നിട്ട് ഇവിടെ പോയി പറഞ്ഞു വെച്ചാൽ അതിശയം തന്നെ കേട്ടോ. അപ്പോൾ ഇതാണ് ആ സ്ഥലം. ആ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഈ കല്ലിൻ്റെ അവിടെ ഒരു സിനിമ നടന്മാർ ഇരിക്കും. ഇതിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഏകദേശം ഇരുട്ടാവാനായി. അപ്പോൾ തിരിച്ച് നേരെ വീണ്ടും ബോട്ടിലേക്കാണ്. നല്ല രസമുണ്ട് കേട്ടോ, സൂപ്പർ പറഞ്ഞു വെച്ചാൽ. പോണ്ടിച്ചേരി വന്നു കഴിഞ്ഞാൽ ഈഡൻ ബീച്ചിൻ്റെ അവിടെ വന്നാൽ മതി, ബോട്ടിങ്ങിന് വരിക. അടിപൊളിയാണ്, മുതലാവും. നമ്മൾ ബോട്ട് കയറാം. ഞങ്ങളിങ്ങനെയാണ്. മഴ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുൾ മഴ പെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ
ഡ്രസ്സൊക്കെ മാറി. എന്താ പറഞ്ഞു വെച്ചാൽ ചെറിയൊരു മഴ പെയ്തു, എല്ലാവരും നനഞ്ഞു. അപ്പോൾ നേരെ റൂമിലേക്ക് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ നമ്മൾ ചെറിയൊരു മാളുണ്ട്, മാളിൽ പോവുക. അവിടുന്ന് ജസ്റ്റ് ഒരു ബീച്ചിൽ പോകുന്നത്, ബീച്ചിൽ പോയിട്ട് കണ്ടിട്ട് വരും. ബീച്ചിൽ എന്തോ ഒരു നൈറ്റ് പാർട്ടി അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. നൈറ്റ് പാർട്ടി പോയിട്ട് അവിടെ എന്തൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, ചെറിയ ഭക്ഷണം കഴിക്കണം. ബജ്ജിക്കട, പാട്ടി ബജ്ജിക്കട നല്ല ടേസ്റ്റാണ്. ഓരോ ബജ്ജിയിൽ ചിക്കൻ ബജ്ജി, ഫിഷ് ബജ്ജി, മുട്ട ബജ്ജി, സൂപ്പർ. നേരെ ചെയ്ത് കണ്ടറിയാം, സൂപ്പറാണ്. ഹരീഷിന് തന്നെ വെറൈറ്റി സാധനങ്ങൾ, എല്ലാം വെറൈറ്റി. 2 ദിവസം കഴിഞ്ഞാൽ അറിയുള്ളൂ. അതാ എല്ലാം വെറൈറ്റി ആണ്, 2 ദിവസം കഴിഞ്ഞാൽ അറിയുള്ളൂ. ഇപ്പം നമ്മൾ പോണ്ടി മറീന ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇത് ചെറിയൊരു പാർക്കാണ്. ബീച്ച് അപ്പുറത്തുണ്ട്, അപ്പുറത്തെ ബീച്ചാണ്. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്, കാണിച്ചു തരാം ഓരോന്നോരൊക്കെ. എല്ലാവരും ഇതാ വരുന്നുണ്ട്. പോണ്ടി മറീന, പോണ്ടി മറീന. അപ്പോൾ യാഷികക്കുട്ടിയും സച്ചുവും ഇറങ്ങി ഡ്രൈവിങ്ങിൽ. ഹലോ, എല്ലടിച്ച് സച്ചല്ലടിച്ച്. അപ്പോൾ ഇവിടെ അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലാണ് നിൽക്കണത്. കുട്ടികളൊക്കെ ഓരോന്നോരോന്ന് കയറി. അതൊക്കെ ഈ ബീച്ചിൻ്റെ സൈഡിലുള്ളതാട്ടോ. അങ്ങനെ രേണും രേഷ്മയിൽ കയറാൻ നിൽക്കുകയാണ്. തല കറങ്ങി ചാവും. ഇതൊരു വെറൈറ്റി സംഭവം. കുറേ കാലമായത് നോക്കണം. ഞാൻ സിനിമകളിലൊക്കെ തന്നെ കണ്ടിട്ടുള്ളൂ ഈ സാധനം. പിന്നെ ഫാൻറ്റസി പാർക്കിൽ ചെറുതായിട്ടുള്ള സംഭവം കണ്ടതാണ്, ചെറുപ്പത്തിൽ പോയതാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ സംഭവം. ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും വേണമെങ്കിൽ ഇരിക്കുകയൊക്കെ ചെയ്യാം. സൂപ്പറായിട്ടില്ലേ അല്ലേ? ഫിഷ് സ്പായ്ക്ക് വന്നിരിക്കണേ. ഫിഷ് സ്പാ ഹരീഷും കുട്ടികളും ചെയ്യുന്നുണ്ട്. ഫിഷ് സ്പാ എന്താ ഇക്ലിയോ ഉണ്ടോ? കിക്കിളിയോ? കിക്കിളിയല്ല, ഇക്കിളി. എങ്ങനെയുണ്ട് മീൻ കടിക്കണൊക്കെ? അവർക്ക് ഇതാ അതിനൊക്കെ നോക്കിയിരിക്കണു. ഇത് ഫുഡ് സ്പാ. എങ്ങനെയുണ്ട്? ഇവിടെ ഈ സാധനം ഫുഡ് മസാജ് ചെയ്യാണ് വേഗ. സുഖണ്ടോ? എന്താണ് അനിലേട്ടൻ കടന്ന് ചാടുണ്ട്. എങ്ങനെയുണ്ട്? ചുട്ടിച്ച് വരിക്കണില്ലേ? സംഭവം അടിപൊളിയുണ്ട്. 120 നല്ല പവറാണ്, സെറ്റാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞിറങ്ങാം.
അപ്പോൾ മസാജൊക്കെ കഴിഞ്ഞ് ഞാൻ വിശന്നിട്ട് ചെയ്യാം ഭക്ഷണം കഴിക്കട്ടെ. ഇനി ഭക്ഷണം പഠിക്കാം. മലബാർ ഫുഡ്സിൽ നമുക്ക് നൂഡിൽസൊക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് പഠിച്ചിരിക്കുന്നത്. ഇവിടെ കുറേ തരം ഫുഡുകളുണ്ട് കേട്ടോ. നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഓർഡർ ചെയ്യുക, പിന്നെ അടുത്ത് ഇവിടുന്ന് ഓർഡർ ചെയ്യുക, ഇവിടുന്ന് ഷേക്ക് കുടിക്കുക, കുറേ സംഭവമുണ്ട്. റേറ്റൊക്കെ നമ്മൾ സാധാരണ നാട്ടിലത്തെ അതേ റേറ്റ് തന്നെയാണ്. റേറ്റൊക്കെ നാട്ടിലത്തെ റേറ്റാണ് അല്ലേ? എന്ത് എന്ത് നോർമൽ റേറ്റ് ആണ്. എനിക്ക് എഗ് നൂഡിൽസ് വന്നു. അപ്പം നമ്മൾ ഭക്ഷണം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫിഷ് ഓർഡർ ചെയ്തത്. ഏതാണ് ഹരീഷ്? കൊടുവ. ഹരീഷ് പിന്നെ ഫിഷിന്റെ ആളാണ്. യാഷിക ഫിഷിന്റെ ആളല്ലേ? അല്ലേ? ആ, ചിക്കൻ പോപ്കോണും ഫിഷുമാണ്. അപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം ഞങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു. രേഷ്മ കഴിക്കുന്നുണ്ട്. എന്താ ഇനിയിപ്പോൾ അടുത്ത് ഓർഡർ ചെയ്യുക എന്നിരിക്കുന്നുണ്ട്. എൻ്റെ അടുത്താണെങ്കിൽ നല്ല മീറ്റിംഗ്. ഇപ്പം അങ്ങനെ ഹരീഷൊക്കെ ആഹാ എരിഞ്ഞിട്ടേ മീനിന്റെ മായാലോളം എരിഞ്ഞിട്ടേ സൂപ്പർ. ഹരീഷ് എരിഞ്ഞിട്ട് ഇതാ ഓടുണ്ട്. കണ്ണിലാവണ്ട, കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞ്. ഭാഷ തരില്ല, ബീച്ചിക്ക് പോയിക്കോ. കഴിച്ചു മേഘ ഇതൊക്കെ മീനിന്റെ വായ. എന്താ എരിവുണ്ടോ? കാശിക്ക് എരിവുണ്ടോ? മേഘ കഴിച്ചു നോക്കി. മീൻ വേണ്ടല്ലേ? നന്നായിട്ടുണ്ട്. Ready. I guess. ഏതാ സക്സസ് കിട്ടില്ല ലാസ്റ്റ്. അപ്പൊ ബൈ. ഹരീഷിന്റെ ഫ്ലൈറ്റ് പറക്കുന്നുണ്ട്. മോനെ അതാ ഷൂട്ട് ഉണ്ട്. അപ്പൊ നമ്മളങ്ങനെ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. നേരെ എനിക്ക് നല്ല തിരമാലുണ്ട് കേട്ടോ. തിരമാല അങ്ങനെ അടിച്ചു വരുന്നുണ്ട്. നമ്മൾ ഇവിടെയാണ് നമ്മൾ കയറിയത്. മറീന ഇതിൻ്റെ ബീച്ചിൻ്റെ ഇവിടെയാണ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നത്. ഇവിടെ പബ്ബുണ്ട്, പബ്ബുണ്ട്, DJ പരിപാടി എല്ലാം ഉണ്ട്. സൂപ്പറാണ് ഇവിടുത്തെ. 2000 കൊടുത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സമയമാവണുള്ളൂ. 11 മണിക്ക് എന്താണ് ഓപ്പൺ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ചിലപ്പോഴേ കയറുള്ളൂ. കുറച്ച് പരിപാടികൾ വേറെ ഉള്ള കാര്യം കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡേ 2 നമുക്ക് നാളെ കാണാം. ബൈ ബൈ ഗൈസ്.